നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും ഭക്ഷ്യകിറ്റ് വിതരണവും നടത്തും. മാർച്ച് 14 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് സെന്ററിലാണ് പരിപാടി. ആൽഫ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് KG ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. തുടർന്ന് പെരുന്നാൾ സന്ദേശം നൽകും. ലിങ്ക് സെന്ററിലെ ഫിസിയോതെറാപ്പി സേവനം നേടുന്നവരുടെയും സഹായികളുടെയും സാന്നിധ്യത്തിൽ ലിങ്ക് സെന്റർ പരിസരവാസികളും പ്രവർത്തക സമിതി അംഗങ്ങളും ചടങ്ങിൽ സംഗമിക്കും. ഭക്ഷ്യകിറ്റുകൾ വ്യവസായി MA അഷ്റഫ് അലിയാണ് സ്പോൺസർ ചെയ്യുന്നത്. സ്പോൺസർമാരുടെ സഹകരണത്തോടെയാണ് ഇഫ്താർ വിരുന്നും ഒരുക്കുന്നത്. ലിങ്ക് സെന്റർ സെക്രട്ടറി CK ശിവരാമൻ മാസ്റ്റർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ വിജയൻ മാണിക്കത്ത് നന്ദിയും പറയും. ആൽഫ കൽപ്പറ്റ സെന്റർ ഇഫ്താർ സംഗമം നടത്തും. ചൂണ്ടൽ ഇല്ലം ഹോം സ്റ്റേയിൽ 11 വൈകിട്ട് 5 മുതലാണ് സംഗമം. 2024 ഒക്ടോബറിൽ കൽപ്പറ്റ ചൂണ്ടലിൽ പ്രവർത്തനം ആരംഭിച്ച സെന്റർ മേഖലയിലെ 100 കണക്കിന് പേർക്ക് ഹോം കെയർ, ഫിസിയോതെറാപ്പി, കുടുംബ പുനരധിവാസ സേവനങ്ങൾ നൽകി വരുന്നുണ്ട്. ഇഫ്താർ സംഗമത്തിൽ കൽപ്പറ്റയിലെ സാമൂഹിക സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ ഇതിനകം നാടിന്റെ ശ്രദ്ധ നേടിയെടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഷാജി തദേവൂസ്, സെക്രട്ടറി A വേലായുധൻ, ട്രഷറർ ഡെൻസി തുടങ്ങിയവർ അറിയിച്ചു. ആൽഫ പുനലൂർ സെന്റർ അവലോകന യോഗം പ്രസിഡന്റ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ സെന്ററിൽ നടത്തി. സെന്ററിന്റെ പൊതുവായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഹോം കെയർ, ഫിസിയോതെറാപ്പി സേവനങ്ങളെക്കുറിച്ച് സ്റ്റാഫ് ഇൻചാർജ്മാർ വിശദീകരിച്ചു. സെന്ററിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനെക്കുറിച്ചും സമൂഹത്തിലേക്ക് പ്രവർത്തനങ്ങൾ അറിയിക്കുന്നതിനെക്കുറിച്ചും കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ സംസാരിച്ചു. രക്ഷാധികാരി ജോൺ തോമസ് നന്ദി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.